വെള്ളിയാഴ്ച സ്റ്റാഫ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. കുഴപ്പമില്ല, സഫിയ വരൂ, കാണാം. എനിക്ക് ഓഫീസിലേക്ക് പോകാൻ ടൈമായി. ശരി ട്ടാ, താങ്ക് യു. സഫിയ, ഈ സാറെ വിളിക്കുന്ന ഒഴിവാക്കിക്കൂടെ? താങ്ക് യു മാഷേ. ഫ്രീ ആയോ മാഷേ? ഞാൻ പുറത്തുണ്ട്. സോറി. ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പ് നേടിയ നമ്മുടെ കുട്ടികളെ അഭിനന്ദിക്കുന്നതിന് വേണ്ടി ചടങ്ങ് സംഘടിപ്പിക്കുന്നതിനെക്കുറിച്ച്. സഫിയ വന്നിട്ട് കുറേ നേരമായോ? ഇല്ല, കുറച്ച് നേരമായിട്ടുള്ളൂ. ഇവിടെ അടുത്തേ സ്പെഷ്യൽ ജ്യൂസ് കിട്ടുന്നൊരു കടയുണ്ട്. സാറ് ചീരാമുളക് സർപ്പത്ത് കുടിച്ചിട്ടുണ്ടോ? എന്നാ വാ, കുഴപ്പം. പക്ഷെ പൈസ ഞാൻ കൊടുക്കും. അതിനിപ്പോൾ എന്താ? ഒരു കാര്യം ചെയ്യും, ഞാൻ ഒരു ഓട്ടോ വിളിക്കാം, എന്നിട്ട് ഞാൻ സഫിയനെ ഫോളോ ചെയ്താൽ മതിയല്ലോ. ഓട്ടോ ഒന്നും വിളിക്കണ്ട, സാറ് കയറ്. ഒരു കാര്യം ചെയ്യാം, ഞാൻ അടുത്ത ജംഗ്ഷനിൽ വെയിറ്റ് ചെയ്യാം, അങ്ങോട്ട് വന്നാൽ മതി, ഞാൻ അവിടെ നിന്ന് കയറിക്കോളാം. ഇവിടെ ഇരിക്കല്ലേ? ഓ, മീറ്റിംഗ് കഴിഞ്ഞിരുന്നാ? ഇല്ല, ഞാൻ അതിൻ്റെ ഇടയ്ക്കൊന്ന് അനുവാദം ചോദിച്ചിട്ടിറങ്ങി. അയ്യോ, അപ്പൊ ബുദ്ധിമുട്ടായല്ലേ? എന്ത് ബുദ്ധിമുട്ട്? സഫിയ ശരിക്കും പഠിക്കുകയാണോ അല്ലെങ്കിൽ ജോലി ചെയ്യുകയാണോ, എന്താണ് ചെയ്യുന്നത്? ശരിക്കും അതൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ആണല്ലേ? അന്നാണെങ്കിൽ ആകപ്പാടെ ഒന്നും പറയണ്ട. എനിക്കാണെങ്കിൽ എന്തൊരു പക്ഷേ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പഠനം തുടരണം. നിങ്ങൾ PG ചെയ്ത കുട്ടിയല്ലേ, PhD അപ്ലൈ ചെയ്യൂ. PhD അപ്ലൈ ചെയ്യുമ്പോൾ ആകെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരുപാട് വായിക്കേണ്ടി വരും. ഒരുപാട് വായിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ മാത്രം PhD അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ കണ്ടതിൽ സന്തോഷം. നിങ്ങൾക്ക് ക്ലാസ് ഇല്ലേ? കഴിഞ്ഞോ? ശരി. മാഷേ, നിങ്ങൾക്കിപ്പോൾ എന്തോ ഒരു ഇതാവണില്ലേ? എന്ത്? അല്ലാന്ന് ഉള്ളിലൊരിത് ഇല്ലേ? അതുണ്ട്. ഈ ഇതുണ്ടല്ലോ, ഇത് അനുഭവിക്കാത്തവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇത് അത് ശരിയാ. പക്ഷെ ആ കുട്ടി എന്നോടൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ പറയുന്നത്. അത് ശരിയാണ്. ആ കുട്ടിയുടെ മെസ്സേജാ. മെസ്സേജാ? ആ, എന്താണ്? ഒന്നുമില്ലേ? ഒരു പിക്കഴിച്ച പിക്ക? ആ, എന്തിനായിരിക്കും? ചോദിച്ചു നോക്ക്. പിക്കഴിച്ചു ചോദിച്ചു നോക്കാം. ചോദിച്ചു പിക്ക ഇപ്പഴല്ലേ? അതൊക്കെ ഉണ്ട്. അതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത്. ഇനി എന്ത് നോക്കണം മാഷെ, അയച്ചു കൊടുക്കേ. പിക്കഴിച്ചു കൊടുക്കണോ?
പിന്നെ അതല്ലേ ചോദിക്കുന്ന അയക്ക് മാഷേ. നോക്കട്ടെ, സെൽഫി എടുക്കട്ടെ. ആ ഇങ്ങോട്ട് തരി, ഞാൻ എടുത്തുതരാം. ചിരിക്കും മാഷേ, അതന്നെ. സന്തോഷമായല്ലോ. പക്ഷെ അതൊരു മുസ്ലിം കുട്ടിയല്ലേ റഹീമേ. എൻ്റെ വീട്ടിലൊന്നും സമ്മതിക്കില്ല, അമ്മയൊക്കെ ആകെ പ്രശ്നം ഉണ്ടാക്കും. എൻ്റെ മാഷേ, മനസ്സിലതുണ്ടെങ്കിൽ പിന്നെ ജാതി മതമൊക്കെ ഒരു ഇതാണോ? ആദ്യമൊക്കെ ഓല എതിർക്കും, പക്ഷെ നമ്മൾ വിട്ടുകൊടുക്കരുത്, നമ്മൾ ഉറച്ചു നിൽക്കണം. ഓല എതിർക്കട്ടെ മാഷേ. റഹീമിന് ഇപ്പം അങ്ങനെയൊക്കെ പറയാം. വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് കല്യാണം കഴിഞ്ഞല്ലോ അല്ലേ? എൻ്റെ മാഷേ, അമീറൊക്കെ 4 ആങ്ങളമാരാ, അതും വലിയ ഗുൺഫു ടീം. ഓളൊരു നോക്ക് കാണാൻ പെട്ട പാടെ എനിക്കും പടച്ച റബ്ബിനെ അറിയുള്ളൂ. അമീറാന്റെ ബാപ്പാക്കരത്തെ അഭ്യാസങ്ങളില്ല, കണ്ണ് കെട്ടി പറന്നടിക്കുന്ന മൂപ്പരൊരൈറ്റുണ്ട്. എൻ്റെ മാഷേ, സ്വന്തം മക്കൾക്ക് പോലും അത് ഇതുവരെ പഠിപ്പിച്ചു കൊടുത്തില്ല. ആങ്ങളമാരും 2 ഫുട്ബോൾ ടീമിലുള്ള ശിഷ്യന്മാരുള്ള ആ വലിയ വീട്ടിൽ നിന്ന് ഒരു സുബൈക്ക് ശോളെ കയ്യും പിടിച്ച് ഞാനൊരു പാച്ചില് പാഞ്ഞു. പിന്നെ കേസായി, പോലീസായി, കോടതിയായി. പക്ഷെ നമ്മളതിൽ ഉറച്ചു നിന്ന്. ഇടയ്ക്കരകത്ത് റഹ്മാന്റെ കൂടെ ജീവിക്കാനാണോ അതോ വീട്ടുകാരുടെ കൂടെ പോവാനാണോ അമീറയ്ക്ക് താല്പര്യം? എല്ലാ എതിർപ്പുകളും നമ്മളെ മുന്നിൽ വന്ന് മുട്ടുകുത്തും. അതങ്ങനെ മാഷേ. പക്ഷെ നമ്മൾ വിട്ടുകൊടുക്കരുത്, നമ്മൾ ഉറച്ചു നിൽക്കണം. അവരെ എതിർക്കട്ടെ മാഷേ. ഷീനി, ഇന്ന് നിന്റെ കൂടെ ഉണ്ടായിരുന്ന കുട്ടി ഏതാ? എൻ്റെ സുഹൃത്ത്. അവള് മുസ്ലിമാ? അതെ. നാണമില്ല നിനക്ക് കണ്ട കേട്ടൊക്കെ വീട്ടിലൊന്ന് പറയാൻ? ഒന്നുമില്ലെങ്കിൽ പ്രായത്തിന്റെ പക്വത കാണിച്ചുകൂടെ എനക്ക്? ആ, അതിന് അവനൊന്നും പറഞ്ഞിട്ടില്ല. എന്ത് പറഞ്ഞിട്ടില്ലാന്ന്? നിന്റെ കൂടെ ഒരു കുട്ടിയെ കണ്ടു, അത്രേ പറഞ്ഞിട്ടുള്ളൂ. ആ കണ്ടു. അതെന്റെ സുഹൃത്ത് മാത്രമല്ല, ഞാൻ സ്നേഹിക്കുന്ന കുട്ടിയാണ്. എനിക്കറിയാം നിങ്ങളൊക്കെ അതിനെ എതിർക്കുന്ന ആളുകളാന്ന്. അവൾക്കിഷ്ടാണോ നിന്നെ? നിങ്ങൾ എന്തിനാ വെറുതെ അവനെ ദേഷ്യപ്പെടുപ്പിക്കണം? അവർ തമ്മിൽ ഇഷ്ടമാണെങ്കിൽ പിന്നെ ജാതി മതമൊക്കെ ചോദിക്കേണ്ട കാര്യമില്ല. എനിക്ക് ഒരു എതിർപ്പില്ല. കല്യാണമൊന്നും നടന്നു. എതിർപ്പില്ല, ഒട്ടും എതിർപ്പില്ല. ഇല്ല, ജാതി മതമൊന്നും ഒരു പ്രശ്നമല്ല. എങ്ങനെയെങ്കിലും എൻ്റെ കല്യാണം നടന്ന് കണ്ടാൽ മതി നമ്മ പറഞ്ഞു. അപ്പൊ സന്തോഷമായല്ലോ മാഷേ, ഒക്കെ ആയില്ലേ? ആ കുട്ടി ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല റഹീമേ. അതിലെന്താ പറയാ? ചായ വാങ്ങി തന്ന്, ഫോട്ടോ ചോദിച്ച്, വീണ്ടും കാണണമെന്ന് പറഞ്ഞു. ഇതിൽ സംശയിക്കാനൊന്നുമില്ല മാഷേ. ഇല്ല, ഒന്നും ശരിയാവില്ല. നമുക്ക് എന്തായാലും ആ കുട്ടീനോട് ചോദിക്കണം. നിങ്ങൾ ധൈര്യമായിട്ട് ചോദിക്കും മാഷേ. ചോദിക്കാല്ലേ? ചോദിക്കേ. ശരി, ഞാൻ വിളിക്കാം.